ഗവേഷണ വിഷയം തിരഞ്ഞെടുക്കൽ പ്രക്രിയയുടെ 4-ാം ഘട്ടത്തിൽ മൂല്യനിർണ്ണയവും അർത്ഥവത്തായ നിഗമനങ്ങളും മനസ്സിലാക്കുക എന്നതാണ്. ഗവേഷണ പ്രക്രിയയ്ക്കിടെ എടുത്ത കർക്കശമായ തീരുമാനങ്ങളെ അക്കാദമിക് പ്രേക്ഷകർ വിലയിരുത്തും. ഗവേഷണത്തിലെ കാഠിന്യം ഗവേഷണ പ്രക്രിയയ്ക്കിടെ ഗവേഷകൻ നടത്തിയ ന്യായവും വിവരമുള്ളതുമായ തിരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പിയർ റിവ്യൂ സിസ്റ്റം എന്ന് വിളിക്കപ്പെടുന്ന സുതാര്യമായ പ്രക്രിയയാണ് ഈ കാഠിന്യം എന്ന ആശയത്തിന് അടിവരയിടുന്നത്. ഗവേഷകൻ നടത്തിയ ന്യായവും വിവരമുള്ളതുമായ തിരഞ്ഞെടുപ്പുകളാണ് പിയർ റിവ്യൂ സിസ്റ്റം വിലയിരുത്തുന്നത്. പിയർ റിവ്യൂ സിസ്റ്റം എന്ന കാരണത്താൽ മറ്റ് ഗവേഷകർ നടത്തുന്ന ബദൽ ഗവേഷണ തിരഞ്ഞെടുപ്പുകളുമായി തുറന്ന താരതമ്യത്തിന് ഗവേഷണം വിധേയമാക്കപ്പെടും. ഗവേഷകൻ പരിഗണിക്കുന്ന രീതികളും തീരുമാനങ്ങളും സുതാര്യമായ രീതിയിൽ വെളിപ്പെടുത്തുന്നതിനാൽ രീതിശാസ്ത്ര അധ്യായം, അതായത് മെത്തഡോളജി ചാപ്റ്റർ വളരെ പ്രധാനമാണ്. വിദ്യാർത്ഥി ഗവേഷകർ ഗവേഷണ പ്രക്രിയയിൽ അവരുടെ വിജ്ഞാന മേഖലയ്ക്കുള്ളിലെ കാഠിന്യം എന്താണെന്നും പുതിയ എന്തെങ്കിലും സൃഷ്ടിക്കുന്നതിനുള്ള ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് അവർ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ എന്താണെന്നും സ്വയം അറിയേണ്ടതായുണ്ട്. ബിരുദ പ്രബന്ധങ്ങൾക്ക് പുതിയ എന്തെങ്കിലും ആവശ്യമില്ല. എന്നാൽ മെച്ചപ്പെട്ട ഗവേഷണത്തിനുള്ള ലക്ഷ്യം എപ്പോഴും സാധുവായ ഒന്നാണ്. ഈ ടാസ്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് പക്ഷേ കുറച്ച് കാണുകയും വരുത്തും. ഈ ഘട്ടത്തിൽ ഗവേഷകൻ പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ: എൻ്റെ ഫലങ്ങളിൽ നിന്ന് സമൂഹത്തിന് അല്ലെങ്കിൽ അക്കാദമിക് മേഖലയ്ക്ക് എന്താണ് പ്രയോജനം എന്ന് വിലയിരുത്തുക. രണ്ടാമത്തേത്, എൻ്റെ ഗവേഷണത്തിൻ്റെ പ്രക്രിയയും ഫലങ്ങളും അക്കാദമിക് സമൂഹം എങ്ങനെ വിലയിരുത്തും. എൻ്റെ ഗവേഷണത്തിൻ്റെ പ്രേക്ഷകരിൽ നിന്നുള്ള മൂല്യനിർണ്ണയ ഏജന്റുമാർ ആരാണ്? പിയർ റിവ്യൂ സിസ്റ്റം ഉപയോഗിച്ച് മൂല്യനിർണ്ണയ ഏജന്റുമാർ എൻ്റെ ഗവേഷണത്തെ എങ്ങനെ വിലയിരുത്തും? ഈ ഘട്ടത്തിൽ ഗവേഷണ വിഷയം വിലയിരുത്തുന്ന അധ്യാപകർ അല്ലെങ്കിൽ മൂല്യനിർണ്ണയം നടത്തുന്നവർ അന്വേഷിക്കുക: ഈ വിദ്യാർത്ഥി തൻ്റെ ഗവേഷണ പ്രോജക്റ്റിൻ്റെ വ്യക്തതയിൽ അല്ലെങ്കിൽ ബോഡിയിൽ അല്ലെങ്കിൽ ഡീറ്റെയിൽസ് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ യുക്തിയിൽ സാധ്യമായ ബലഹീനതകൾ പരിഹരിച്ചിട്ടുണ്ടോ? വിദ്യാർത്ഥി അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ഗവേഷണ തീരുമാനങ്ങളിൽ കണിശത പ്രയോഗിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നതാണ്.